വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഔഷധ ഗുണമുള്ള ഒരു സുഗന്ധവ്യഞ്ജനം അതിനെക്കുറിച്ച് നിങ്ങളോട് പരിചയപ്പെടുത്താമെന്ന് ഓർത്താൽ പരിചയപ്പെടുത്തണ്ട, നിങ്ങൾക്കത് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ ഭക്ഷണത്തിൽ അടുക്കളയിൽ എപ്പോഴും നമുക്ക് പാചകത്തിന് അത്യാവശ്യമായിട്ടുള്ള നല്ല സുഗന്ധവാഹിയായ ഒരു വ്യഞ്ജനമാണ്. അതിനെ നമ്മൾ ക്യുമിൻ അല്ലെങ്കിൽ ജീരകം സാധാരണയായിട്ട് 4 തരം ജീരകമുണ്ട്. സാദാ ജീരകം, ചെറിയ ജീരകം എന്ന് പറയും. പിന്നെ പെരുംജീരകം, വലിയ ജീരകം, അത് ഇറച്ചിക്കറിക്കൊക്കെ ഇടുന്നത്. പിന്നെ മഞ്ഞ ജീരകം, സാജീരകം, പിന്നെയുണ്ട് കരിഞ്ജീരകം. ഇങ്ങനെ ഒരുപാട് തരം ജീരകമുണ്ട്. സാജീരകമാണ് സാധാരണ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്നത്. അങ്ങനെ ജീരകം പലതരമുണ്ട്. എന്നാൽ സാധാരണ കാണുന്ന ചെറിയ ജീരകം, അതായത് ഈ ജീരകം കണ്ടോ, ഈ ജീരകത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ഇല്ലാതെ ഒരടുക്കളയിൽ ഒരു കാര്യവും നടക്കില്ല, അങ്ങനെയല്ലേ? എല്ലാത്തിനകത്തും, തോരനകത്ത്, എന്തൊക്കെ നമ്മൾ വെക്കുന്നുണ്ടോ, അവിയലിനകത്ത്, എല്ലാത്തിനകത്തും ജീരകം വേണം. നമ്മളെക്കാൾ കൂടുതൽ തമിഴിയൻസാണ് ജീരകം അധികം ഉപയോഗിക്കുന്നത്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണിത്. ഇതിന് നല്ല ഗന്ധമുണ്ടല്ലോ. ഇത് നമ്മൾ എപ്പോഴാണെങ്കിലും ഏത് കറിക്കും ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ല ഹെവി ആയിട്ടൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ കുടിക്കുന്നത്? ചെറു ചൂടുള്ള ജീരകവെള്ളം. അങ്ങനെ ചെറു ചൂടുള്ള ജീരകവെള്ളം കുടിക്കുന്നതിനകത്തൊക്കെ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അതാണ് പണ്ട് മുതലേ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചെറു ചൂടുള്ള ജീരകവെള്ളം കുടിക്കുന്നത്. ജീരകവെള്ളം ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ഗ്യാസ് പ്രോബ്ലംസ് എല്ലാം ഇല്ലാതെയാക്കുന്നു. ജീരകത്തിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, അയൺ ഉണ്ട്, അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ ജീരകവെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത്. അതെങ്ങനെ വേണമെന്നറിയാവോ? ഒരു സ്പൂൺ വെള്ളം ജീരകം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഊറ്റി ചെറു ചൂടോടെയാണ് കുടിക്കേണ്ടത്. അത് ഊറ്റി മാറ്റിയിട്ടാണ് വെള്ളമായിട്ടാണ് കുടിക്കുന്നത്. അത് ചെറു ചൂടോടെ കുടിക്കണം. അത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമ്മൾ കല്യാണത്തിനോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോയാൽ ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിൽ പുറകെ കറക്റ്റായിട്ട് ജീരകവെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ജീരകവെള്ളം കുടിക്കുന്നതിൻ്റെ പുറകിലുള്ള കാര്യം പണ്ട് മുതലേ നമ്മുടെ ഫോർഫാദേഴ്സിനെല്ലാം അത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും ജീരകം നമ്മൾ ഉപയോഗിക്കുന്നത്. ജീരകം ചതച്ചിട്ടിട്ട് വെള്ളം കുടിച്ചാൽ ഇച്ചിരി കൂടെ നല്ലതാണ്. അതുപോലെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരുണ്ടല്ലോ, ചിലർക്ക് ചെറുപയർ, അതുപോലെ പരിപ്പ്, സാമ്പാർ, ഇതൊക്കെ കൂടിയ ഗ്യാസ് പ്രശ്നമുണ്ട്. അതിന് ഉത്തമ മരുന്നാണ് ഈ ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ ആർക്കും ഗ്യാസ് പ്രശ്നം ഉണ്ടാകില്ല. അതുപോലെ ചിലർക്ക് ചെറുപയർ, പരിപ്പ്, ഇതിനകത്തെല്ലാം ഇതുപോലെ തന്നെ ജീരകം, ഒരു കുരുമുളകും സ്വല്പം വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഏത് കറിക്കകത്തിട്ടാലും അപ്പം തന്നെ ആ ഗ്യാസ് പ്രശ്നം ഇല്ലാതായിത്തീരും. അതുകൊണ്ട് ഇതൊരു സുഗന്ധ വ്യഞ്ജനവും അതുപോലെ തന്നെ ഒരു അടുക്കളക്കാരുടെ ഒരു സഖിയാണ്. അതുകൊണ്ട് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ജീരകവെള്ളം കുടിച്ചാൽ നമ്മൾ ഷുഗർ ലെവലുണ്ടല്ലോ, ഷുഗർ ലെവൽ ആഫ്റ്റർ ഫുഡ്, ഭക്ഷണം കഴിച്ചിട്ടെടുക്കുന്ന ഷുഗർ ലെവലിന് ഒരുപാട് താഴ്ന്ന ലെവലാണ് കാണുന്നത്. അപ്പോൾ ആ ഭക്ഷണത്തിലുള്ള ആ കലോറി വാല്യൂ കുറച്ച് ഷുഗർ ആക്കി മാറ്റാൻ പ്രക്രിയയ്ക്ക് ഈ ജീരകത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ജീരകം വെറുതെ ഒരു അടുക്കള ചാണ്ടിയല്ല, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ് സയൻസ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതെല്ലാം പ്ലാന്റ്സ് ആണല്ലോ ജീരകം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ സസ്യങ്ങൾക്കുമുള്ള പ്രത്യേകതകൾ പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ജീരകത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ചൂടുള്ള ജീരകവെള്ളം കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഈ കാപ്പിയൊക്കെ അടിച്ച് കയറ്റാതെ ജീരകവെള്ളം കുടിക്കണം. നമ്മൾ ഹെവി മീൽ കഴിഞ്ഞ് ജീരകവെള്ളം കുടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ ജീരകത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ജീരകം നമ്മുടെ അടുക്കളയിൽ മസ്റ്റായിരിക്കണം. പിന്നെ ഇത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, കിഡ്നിക്ക് നല്ലതാണ്, ലിവറിന് നല്ലതാണ്. ചുമയ്ക്കൊക്കെ ഇത് പൊടിച്ച് കക്കണ്ടത്തിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് ഒരുപാട് രോഗപ്രതിരോധ ശക്തി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീരകത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ഒരു ആത്മസഖിയായിട്ട് കൂട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ അടുക്കളയിലുള്ള ഓരോരോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചോറിനും കറിക്കും വേണ്ടി നമ്മൾ വയ്ക്കുന്നത്, ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും അതുപോലെ തന്നെ ചപ്പാത്തി കറിക്കും തോരനും
സാമ്പാറിനും എല്ലാം ഉപയോഗിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടുക്കളയിലുള്ളതെല്ലാം ഒരുപാട് തരം ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫോർഫാദേഴ്സ് എല്ലാം ഇത്തരം സാധനങ്ങൾ ചേർത്തുകൊണ്ട് കറികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജീരകം എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും നിങ്ങൾ അകത്താക്കണം, ഏതെങ്കിലും രീതിയിൽ. അതുകൊണ്ട് നിങ്ങളുടെ ഷുഗർ ലെവൽ സ്വല്പം കുറയ്ക്കും. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് പെട്ടെന്നില്ലാതെയാവും. ഗ്യാസ്, ചുമ ഇതെല്ലാം മാറ്റിക്കിട്ടും. അപ്പോൾ ഈ ജീരകം നിങ്ങളുടെ ഒരു കൂട്ടാളിയായി തീരാൻ വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു. ജീരകത്തിന് സംസ്കൃതത്തിൽ സുഗന്ധ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നല്ല ഗന്ധം അല്ലെങ്കിൽ നല്ല വാസന അല്ലെങ്കിൽ നല്ല മണമുള്ള ഒരു വസ്തു എന്നാണ് അർത്ഥം. പിന്നെ ഈ ജീരകത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്നറിയാമോ? സ്വന്തം ഗുണം കൊണ്ട് രോഗശാന്തി പ്രദാനം ചെയ്യുന്നു. സ്വന്തം ഗുണം കൊണ്ട് രോഗശാന്തി പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ഔഷധ മൂല്യമുള്ള ഒരു നല്ല സുഗന്ധമുള്ള ഒരു അടുക്കളക്കാരിയാണ് ഈ നമ്മുടെ ജീരകം. അപ്പോൾ ഇതിൻ്റെ മൂല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും അതനുസരിച്ച് ഇതിനെ ഉപയോഗിക്കാനായിട്ട് അടുക്കളയിൽ എപ്പോഴും കരുതിയിരിക്കണം. ഓക്കെ.